തൊപ്പിയും വെച്ച കാലത്തെ വെട്ടത്തിന് ഇറങ്ങിയേക്കാനാണ് കേട്ടോ. വേറൊരിടത്തോട്ടും അല്ല, ചെള്ളായി വരെ ഒന്ന് പോകണേ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഒരു 6:15 ചെന്നപ്പോൾ ഇല്ലേ പൂ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ഒരു നേരം കൊണ്ട് തൊട്ടപ്പുറത്തെ കടയിൽ ഒരു ചൂട് ചായയൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. എന്നിട്ട് ജമന്തിയും കനകാമ്പുരം മുല്ലപ്പൂ ഒക്കെ നേരെ വാങ്ങി വീട്ടിൽ വന്നേ. അപ്പോൾ ആലു റെഡിയായി നിൽക്കുന്നുണ്ട്. മുല്ലപ്പൂ കുത്തി കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അതിനിടയ്ക്ക് വേറെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിയാണ് വന്നത്. ഇപ്പോൾ എൻ്റെ ചുരിദാറാണ് കേട്ടോ ആലു ഇട്ടിട്ട് പോയേക്കണത്. അപ്പോൾ അതേ മൂത്ത കഷ്ണം പോയപ്പോഴത്തേക്കും വേഗം തന്നെ ചെറിയ കഷ്ണത്തിന് റെഡിയാക്കാൻ വേണ്ടി കയറിയേ. അപ്പോൾ ഇതിനെ റെഡിയാക്കാനാണ് ഏറ്റവും വലിയ ചടങ്ങ് കേട്ടോ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും, അതാണ് കേട്ടോ സ്വഭാവം. അപ്പോൾ ഈ ഒരു കൊട്ട പൂക്കട നീ കൊട്ടയില്ലേ, അത് ഞാൻ ആ പൂക്കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊട്ടയും വട്ടിയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനകത്ത് ജമ്മന്തിയൊക്കെ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയ്ക്ക് ഓടിപ്പടിച്ച് ഞാനും റെഡിയായി കേട്ടോ. എന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും എങ്ങും ഇല്ലാത്തൊരു മഴ വന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ മൊത്തം അഴുക്കായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പാവാട ചെറുതായിട്ടൊന്ന് പൊക്കി പിടിച്ചാൽ കലങ്കാരിക്ക് മൊത്തം അഴുക്കാകുമെന്ന് അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി ആൺകുട്ടിയുടെയൊക്കെ ആയിരുന്നേ. ആമിക്കുട്ടിയുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ആമീനെ അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ 2 മണിക്കിന് ചെന്നാൽ മതി. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് എൻ്റെ പണികളൊക്കെ എനിക്ക് കൂട്ടാമല്ലോ എന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നേ.